ഇതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ്: ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, വെളുത്തുള്ളി, പച്ചമുളക്, വിനീഗർ, സോയാ സോസ്, കുരുമുളക് പൊടി. ബോൺലെസ് ചിക്കൻ 600 ഗ്രാം. ആദ്യം നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. അതിനായി ചിക്കനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുരുമുളക് പൊടി, വിനീഗർ, സോയാ സോസ്, പിന്നെ കുറച്ച് ഉപ്പ് എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്കത് വേവിച്ചെടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിൻ്റെ മെഷർമെൻറ്റ്സിൽ വേരിയേഷൻ വരുത്താം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതിൽ നമ്മൾ സോയാ സോസ് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ആൾറെഡി സോസിൽ ചെറിയ ഉപ്പുണ്ടാവും. ഇതിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്കത് വേവിച്ചെടുക്കാം. ചിക്കൻ നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. സ്ട്രെയിൻ ചെയ്ത വെള്ളം കളയണ്ട, അത് സൂക്ഷിച്ചു വെക്കണം. ചിക്കനെ നമുക്കൊന്ന് പിച്ചിയിടണം. ഗ്രൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പൊടിയായി പോവും. ചെറിയ നമ്മൾ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ചിക്കൻ്റെ ചെറിയ പീസ് കിട്ടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ചിക്കൻ റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം. അതിനായി നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ഗാർലിക് ഇട്ട് കൊടുക്കാം. അതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാബേജ് ഒത്തിരി വാടേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ക്യാബേജ് വാടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ക്യാപ്സിക്കം, ക്യാരറ്റും ഇട്ട് കൊടുക്കാം. അതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പ്രിംഗ് ഒണിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് 1 സ്പൂൺ കോൺ സ്റ്റാർച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ നേരത്തെ വേവിച്ച് വെച്ചില്ലേ, ആ വെള്ളം കൂടി അതിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്കിതിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് ചിക്കനും വെജിറ്റബിൾസും എല്ലാം കൂടി ഒന്ന് ബൈൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി കുഴഞ്ഞു പോകരുത്, അത് ചെറിയ രീതിയിൽ ഒഴിച്ചു കൊടുക്കാവൂ, എല്ലാം കൂടി ഒന്ന് ബൈൻഡായി വരുന്ന പോലെ. ഇതിന് നമുക്ക് വെജിറ്റബിൾസ് മെഷർ ചെയ്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചിക്കനാണ് കൂടുതൽ വേണ്ടതെങ്കിൽ ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിനനുസരിച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് വേരി ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. 2 സ്പൂൺ മൈദ എടുത്ത് അതൊന്ന് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഞാൻ 2 ലെയർ ഷീറ്റ് എടുത്തിട്ടാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. ചിക്കൻ ഇതുപോലെ ഫില്ല് ചെയ്ത് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. അതിൻ്റെ എഡ്ജിൽ നമുക്ക് മൈദാമാവ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ട് ഫോൾഡ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓയിൽ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും. നമുക്കത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നല്ലൊരു എയർ ടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിൽ താഴെ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ വല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റോ ഇട്ട് ഓരോ ലെയറായിട്ട് അത് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണ നല്ല ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് സ്ലോലി ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷെല്ല് കരിഞ്ഞു പോവും, അത്ര ക്രിസ്പി ആയി കിട്ടില്ല. നമ്മൾ സ്ലോലി അത് ചെയ്യുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്പ്രിംഗ് റോൾ കിട്ടും. താങ്ക് യു.